പ്രായമായിട്ടുള്ള സ്ത്രീകളിൽ ഗർഭപാത്രം താഴേക്ക് വരാറുണ്ട്. ഈ കണ്ടീഷൻ നമ്മൾ യൂട്രൈൻ പ്രൊലാപ്സ് എന്നാണ് പറയുന്നത്. പല ആൾക്കാരും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് യൂഷ്വലി ഇതൊരു 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ അവർക്ക് ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ അളവ് പ്രായം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് കുറയും. അതുവഴി യോനി ഭാഗത്തുള്ള മസിൽ വീക്ക് ആവുകയും അങ്ങനെയാണ് നമുക്ക് ഈ പ്രൊലാപ്സ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. അതിന്റെ കൂടെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നോർമൽ ഡെലിവറീസ്, വജൈനൽ ഡെലിവറീസ്, സുഖപ്രസവം ഉള്ള ആൾക്കാർക്ക് അതരീസ് ചവണ അല്ലെങ്കിൽ കപ്പ് യൂസ് ചെയ്ത് കുട്ടീനെ ഡെലിവറി ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ ഭാഗത്ത് ടിഷ്യൂ ഡാമേജ് ഉണ്ടാവുകയും ഭാവിയിൽ ഈസ്ട്രജനും കൂടി കുറയുമ്പോഴത്തേക്ക് പ്രൊലാപ്സ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അബ്ഡോമിനൽ പ്രഷർ കൂടുന്ന സന്ദർഭങ്ങൾ, അതായത് കുറെ കാലമായിട്ട് ചുമയുള്ള ആൾക്കാരിലും മലബന്ധമുള്ള ആൾക്കാരിലൊക്കെ ഇതേപോലെ കാണാറുണ്ട്. അപ്പം എന്താണ് കാരണം എന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പം ഇങ്ങനെ ഗർഭപാത്രം പുറത്തേക്ക് നിൽക്കുമ്പോൾ അതിൽ അൾസറുകൾ ഉണ്ടാവും. ആ അൾസർ ബ്ലീഡിങ് ആവാനും ഒക്കെ സാധ്യതയുണ്ട്. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഏർലി പ്രൊലാപ്സ്, അത് പൂർണ്ണമായിട്ട് പുറത്തേക്ക് വരാത്ത എന്നാൽ നോർമൽ പൊസിഷനിൽ ഗർഭപാത്രം താഴേക്ക് നിൽക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. നമ്മൾ സ്റ്റേജ് 1, സ്റ്റേജ് 2 ഒക്കെ പറയും. ഏർലി സ്റ്റേജിൽ നമുക്ക് പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കോൺടാക്ട് ചെയ്തിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കുകയും മൾട്ടിപ്പിൾ ടൈംസ് അത് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ആ ഭാഗത്തെ പേശികളുടെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, പൂർണ്ണമായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വയസ്സായ സ്ത്രീകളിലാണെങ്കിൽ നമുക്ക് ഗർഭപാത്രം പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യുകയും അതേപോലെ ഈ താഴ്ന്നു വന്ന മൂത്രസഞ്ചിയും മലദ്വാരവും നോർമൽ പൊസിഷനിലേക്ക് വെച്ച് ഫിക്സ് ചെയ്യുകയും ചെയ്യുന്ന ഓപ്പറേഷൻ, അതിനെയാണ് നമ്മൾ വജാനൽ ഹിസ്റ്റക്ടമി വിത്ത് പെൽവിക് ഫ്ലോർ റിപ്പയർ, ഈ സർജറീസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോ വളരെ വയസ്സുള്ള ആൾക്കാരാണ്, അവർക്ക് അനസ്തീഷ്യ കൊടുക്കാൻ പറ്റില്ല, സർജറി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് വളയം, അതായത് പെസറി പോലുള്ള റിങ്സ് അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക്, അതായത് എവറി 3 months നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്തിട്ട് പുതിയത് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ പറ്റിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വിസിറ്റ് യുവർ ഗൈനക്കോളജിസ്റ്റ്. അതിനനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മാനേജ്മെന്റ് പ്ലാൻസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. താങ്ക് യു.